സൂര്യനെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറയെ പ്രഭാപൂരമാണ്. പുലർകാലത്തിലെ കിഴക്കൻ ചക്രവാളത്തിൽ നയനാനന്ദകരമായ അരുണബിംബമായും പിന്നീട് മെല്ലെ തെളിഞ്ഞ് നമുക്ക് കണ്ണുകൾ കൊണ്ട് നോക്കി നിൽക്കാനാവാത്ത തീഷ്ണമായ ചൂടും പ്രകാശവുമായി കത്തിജ്വലിക്കുന്ന മധ്യാഹ്നത്തിലെ കനൽ കൂമ്പാരമായും ക്രമേണ പോക്കുവെയിലായി പ്രദോഷസന്ധ്യയിൽ മഹാസാഗരത്തിൽ മറയുന്ന അസ്തമയ ബിംബമായുമൊക്കെ നമ്മുടെ അനുഭവത്തിൽ രൂപപരിണാമങ്ങളിലൂടെ കടന്നുപോകുന്ന മഹാസൂര്യൻ. സൗരയൂഥത്തിൻ്റെ കരുത്താണ് സൂര്യൻ. അപാരമായ ഗുരുത്വാകർഷണം കൊണ്ട് തന്നിലേക്ക് ചേർത്തു നിർത്തുന്നവൻ. ഭൂമി ഉൾപ്പെടെയുള്ള 8 ഗ്രഹങ്ങളും പ്ലൂട്ടോ ഉൾപ്പെടെയുള്ള 5 കുള്ളൻ ഗ്രഹങ്ങളും നമ്മുടെ അമ്പിളിയമ്മാവൻ ഉൾപ്പെടെ 200-ലേറെ പ്രകൃതിദത്ത ഉപഗ്രഹങ്ങളും എണ്ണമറ്റ ധൂമകേതുക്കളും വാൽനക്ഷത്രങ്ങളും എല്ലാം നിറഞ്ഞ നമ്മുടെ സൗരയൂഥത്തിൻ്റെ മൊത്തം ഭാരം കണക്കുകൂട്ടിയാൽ അതിൻ്റെ 99% സൂര്യൻ്റെ ഭാരമായിരിക്കും. അത്തരത്തിൽ നമ്മുടെ സൗരയൂഥത്തിൽ ഏറ്റവും വലിപ്പമുള്ളതും ഭാരമുള്ളതും സൂര്യനാണ്. ഭൂമിയുടെ വലിപ്പത്തിൻ്റെ 11 മടങ്ങാണ് സൗരയൂഥത്തിൽ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിൻ്റേത്. ആ വ്യാഴത്തേക്കാൾ 10 മടങ്ങ് കൂടുതലാണ് സൂര്യൻ. അതായത് ഭൂമിയുടെ വലിപ്പത്തിൻ്റെ ഏതാണ്ട് 100 ഇരട്ടി. സൂര്യൻ എത്ര ഭീമാകാരനാണ് എന്ന് നമുക്ക് എത്രത്തോളം സങ്കല്പിക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ ആകാശത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറുമൊക്കെ ചെറിയ ഗോളരൂപത്തിൽ കാണുന്ന ആ ചുള്ളൻ സൂര്യൻ ആളെത്ര പ്രതാപിയാണ്. രൂപത്തിലും ഭാരത്തിലും സൗരയൂഥത്തിൽ സൂര്യന് മറ്റൊരു പകരക്കാരനില്ല. സൗരയൂഥത്തിലില്ലെങ്കിലും അതിന് പുറത്ത് സൂര്യനേക്കാൾ 100 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന സൂര്യൻ അത്ര വലിയ നക്ഷത്രവുമല്ല. പ്രപഞ്ചത്തിൻ്റെ വീക്ഷണത്തിൽ ഇടത്തരം വലിപ്പമുള്ള ഒരു മഞ്ഞ കുള്ളൻ നക്ഷത്രം. എന്നാൽ സൗരയൂഥത്തിന് ഉഗ്രപ്രതാപിയും തൻ്റേടിയുമായ തറവാട്ട് കാരണവരാണ് സൂര്യൻ. ഏറ്റവും വലിയ ഗ്രഹങ്ങളെ മുതൽ ഏറ്റവും ചെറിയ ആകാശധൂളികളെ വരെ അതിൻ്റെ ഭ്രമണപഥത്തിൽ നിലനിർത്തുന്ന ശക്തനായ സർവാധികാരി. സൂര്യനും വെളിച്ചവുമില്ലെങ്കിൽ ഭൂമിയിൽ ജീവനുമില്ല, ജീവിതവുമില്ല.